ഇടുക്കിയിൽ 72-കാരിയെ ചുട്ടുകൊന്ന കേസിൽ സഹോദരി പുത്രന് ജീവപര്യന്തം ശിക്ഷ. വെള്ളത്തൂവൽ സ്വദേശി സുനിൽകുമാറിനെയാണ് ജില്ലാ കോടതി ശിക്ഷിച്ചത്. 2021-ലാണ് 72-കാരി സരോജിനിയെ പ്രതി മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയത്. ആഷിഖ് ചേരുന്നുണ്ട്. ആഷിഖ്, എന്താണ് ശിക്ഷാവിധി? തന്നെ 2021 മാർച്ച് 31-നാണ് ഈ ക്രൂരമായ കൊലപാതകം നടക്കുന്നത്. മാതൃ സഹോദരിയെ സുനിൽകുമാർ എന്ന വെള്ളത്തുവൽ സ്വദേശി മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. തൊടുപുഴ മുട്ടത്തെ വീട്ടിൽ വെച്ചായിരുന്നു ക്രൂരമായ കൊലപാതകം നടന്നത്. ഈ കേസിലാണ് ഇന്ന് ശിക്ഷാവിധി വന്നിരിക്കുന്നത്. സുനിൽകുമാറിന് ജീവപര്യന്തം തടവും 1.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചിരിക്കുകയാണ് മുട്ടം 3ാം അഡീഷണൽ സെഷൻസ് കോടതി എന്നുള്ളതാണ്. ഇന്നലെ ഈ കേസിൽ ഇയാൾ പ്രതിയാണ്, കുറ്റക്കാരനാണ് എന്ന് കോടതി വിധിച്ചിരുന്നു. ശേഷം ഇന്ന് രാവിലെ കേസ് പരിഗണിച്ച കോടതി ശിക്ഷാവിധിക്ക് വേണ്ടി ഉച്ചയ്ക്ക് ശേഷത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം കേസ് പരിഗണിച്ച കോടതി പരമാവധി ശിക്ഷ നൽകണം എന്ന പ്രോസിക്യൂഷന്റെ വാദം അംഗീകരിച്ചില്ല. പകരം ജീവപര്യന്തം ശിക്ഷ നൽകുകയായിരുന്നു. സ്വത്ത് നൽകും എന്ന വാഗ്ദാനം നൽകുകയും പിന്നീട് അത് പാലിക്കാതെ പോയി എന്നുള്ള വൈരാഗ്യമാണ് സരോജിനിയെ ചുട്ടുകൊല്ലാനുള്ള കാരണമെന്നാണ് സുനിൽകുമാർ കേസിന്റെ അന്വേഷണ വഴികളിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോട് സംസാരിച്ചിരുന്നത്. ഈ മാർച്ച് 31 2021 മാർച്ച് 31 ഉച്ചയ്ക്ക് മുൻപായിരുന്നു കൊലപാതകം നടന്നത്. ആദ്യം ക്രൂരമായി മർദ്ദിച്ച് അവശയാക്കിയ ശേഷം മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. ശേഷം വീടിനും തീ കൊളുത്താൻ വേണ്ടി സുനിൽകുമാർ ശ്രമം നടത്തി. പക്ഷേ വീടിന് തീ പിടിക്കാതെ പോവുകയായിരുന്നു. പിന്നീട് ഈ ശബ്ദവും ബഹളവും മറ്റും കേട്ടെത്തിയ നാട്ടുകാരാണ് ഈ ക്രൂരമായ കൊലപാതകത്തിന്റെ വിവരങ്ങൾ ആദ്യം മനസ്സിലാക്കുന്നത്. പിന്നീട് പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുകയായിരുന്നു. ഇയാളെ ശിക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു, ഇയാൾക്കെതിരെ കൃത്യമായ നിയമ നടപടി നടത്തണമെന്നാവശ്യപ്പെട്ടൊക്കെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ തന്നെയും ഒരു ആക്ഷൻ കൗൺസിൽ അടക്കം രൂപീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഏതായാലും അത്തരം ക്രൂരമായ ഒരു കൊലപാതകത്തിൽ വിധി വന്നിരിക്കുകയാണ്. നിർണായകമായ വിധിയാണ് വന്നിരിക്കുന്നത്. ജീവപര്യന്തം ശിക്ഷയും 1.5 ലക്ഷം രൂപ പിഴയും ഈടാക്കണമെന്ന കോടതി വിധിച്ചിരിക്കുന്നു. അതേസമയം ഈ വിധിയിൽ ഏതെങ്കിലും തരത്തിൽ അപ്പീൽ പോകുകയില്ല എന്നുള്ള നിലപാടുമാണ് പ്രോസിക്യൂഷന് സ്വീകരിക്കുന്നത്. പരമാവധി ശിക്ഷ പ്രതിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും പ്രോസിക്യൂഷൻ പറയുന്നു.